നമ്മൾ ഒരാഴ്ച മുമ്പ് തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് NCP NDAയുടെ ഭാഗമായിട്ട് മാറുമെന്ന്. അതായത് ഇന്ത്യ മുന്നണി വിട്ട് NDAയുടെ ഭാഗമായിട്ട് മാറുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അതിനിടയിലാണ് അതിദാരുണമായ ഒരു സംഭവം എത്തിയത്. അജിത് പവാറിന്റെ മരണം, വിമാനാപകടം ഉണ്ടായത്. ആ വിമാനാപകടത്തിൽ തന്നെ ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് സംശയിക്കുന്നതായിട്ടാണ് ഇപ്പം പുറത്തുവരുന്ന വിവരങ്ങൾ. കാരണം ഈ പൈലറ്റ് കൂടുതൽ തുകയ്ക്ക് 2 മാസങ്ങൾക്ക് മുമ്പ് ഇൻഷുറൻസ് എടുത്തിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ദുരൂഹത അവിടെ സംശയിക്കുന്നതായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. PC ചാക്കോ ഇപ്പോൾ NCPയുടെ ഭാഗമായിട്ട് NDAയുടെ ഭാഗമായിട്ട് ചേരുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വളരെ ഉന്നതമായിട്ടുള്ള ഒരു പദവി കിട്ടും. ആ പദവി എന്ന് പറഞ്ഞാൽ ഗവർണർ പദവിയാണ്. AK ശശീന്ദ്രനും തോമസ് കെ തോമസും നേർക്ക് നേരെ കണ്ടു കഴിഞ്ഞാൽ അടിക്കുന്നവരാണെങ്കിലും ചില രാഷ്ട്രീയ നയപരിപാടികളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ അന്തർധാര സജീവമായതുകൊണ്ട് തന്നെ, കാരണം LDFന്റെ ഒരു പ്രഖ്യാപിത നയമാണ് ഈ പാർട്ടികളെ ചുരുക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെ കോൺഗ്രസ് കൂടി ഈ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ലയിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ആ വിഷയത്തെ ചടുലതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതിൽ രാഹുൽ ഗാന്ധി ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന നേതൃത്വത്തിനെതിരെ ചോദ്യം ഉയർന്നു തുടങ്ങിയിട്ട് കുറെ നാളുകളായെന്നേ. നമസ്കാരം. ദേശീയ തലത്തിൽ NCP NDAയിലേക്ക് ലയിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇനി കേരളത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ ഒരാഴ്ച മുമ്പ് തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് NCP NDAയുടെ ഭാഗമായിട്ട് മാറുമെന്ന്. അതായത് ഇന്ത്യ മുന്നണി വിട്ട് NDAയുടെ ഭാഗമായിട്ട് മാറുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അതിനിടയിലാണ് അതിദാരുണമായ ഒരു സംഭവം എത്തിയത്. അജിത് പവാറിന്റെ മരണം, വിമാനാപകടം ഉണ്ടായത്. ആ വിമാനാപകടത്തിൽ തന്നെ ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് സംശയിക്കുന്നതായിട്ടാണ് ഇപ്പം പുറത്തുവരുന്ന വിവരങ്ങൾ. അജിത് പവാറിന്റെ മകനായിട്ടുള്ള രോഹിത് പവാർ നാളെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം കുറച്ച് വിവരങ്ങൾ അദ്ദേഹം കൂടുതലായിട്ട് സംസാരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ പൈലറ്റ് കൂടുതൽ തുകയ്ക്ക് 2 മാസങ്ങൾക്ക് മുമ്പ് ഇൻഷുറൻസ് എടുത്തിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ചില വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ദുരൂഹത അവിടെ സംശയിക്കുന്നതായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. ചില മാധ്യമ പ്രവർത്തകരും ഇതേ സംശയം നേരത്തെ ഉന്നയിച്ചിരുന്നു. പക്ഷെ കുടുംബത്തെ സംബന്ധിച്ച് കുടുംബം യാതൊരു തരത്തിലുള്ള സംശയങ്ങളും പ്രകടിപ്പിക്കാത്തതിനാലാണ് മറ്റു മാധ്യമങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കൂടുതലായിട്ട് അതിന്റെ പുറകെ പോകാതിരുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുപ്രിയ സുലെ കേന്ദ്രമന്ത്രിയാകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഒരു പക്ഷേ ക്യാബിനറ്റ് മിനിസ്റ്റർ തന്നെ ആകാനായിട്ടാണ് സാധ്യത. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCPയെ സംബന്ധിച്ചിട്ട് NCPക്കകത്ത് 11 MP-മാരുണ്ട്. ഈ 11 MP-മാരും അജിത് പവാറിന്റെ കൂടെയുള്ള MP-മാരും കൂടെ ചേരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്ക് ക്യാബിനറ്റ് പദവി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ NCP NDAയുടെ ഭാഗമായിട്ട് തീരുകയും സുപ്രിയ സുലെ കേന്ദ്രമന്ത്രിയാകുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PC ചാക്കോ ശരത് പവാറിന്റെ കൂടെ തന്നെ നിൽക്കും. അദ്ദേഹം ഒരു കാരണവശാലും അദ്ദേഹത്തെ വിട്ട് മറ്റൊരു പാർട്ടിയിലേക്കും ഇനി ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. PC ചാക്കോ ഇപ്പോൾ NCPയുടെ ഭാഗമായിട്ട് NDAയുടെ ഭാഗമായിട്ട് ചേരുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് വളരെ ഉന്നതമായിട്ടുള്ള ഒരു പദവി കിട്ടും. ആ പദവി എന്ന് പറഞ്ഞാൽ ഗവർണർ പദവിയാണ്. ഈ ഗവർണർ പദവി അദ്ദേഹത്തിന് ലഭിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ ലൈഫ് സേഫാണ്. ഇനി ഒരു മത്സരത്തിനോ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനോ ഉള്ള ആരോഗ്യമൊന്നും PC ചാക്കോയ്ക്ക് ഉണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ കൃത്യമായിട്ടൊരു അക്സെപ്റ്റൻസ് അദ്ദേഹത്തിന് കിട്ടുന്നു. അദ്ദേഹം ഗവർണറായിട്ട് ഇനിയുള്ള കാലം ഇരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ സേഫ് സോണിലാണ് പുള്ളിയുള്ളത്. അതേപോലെയല്ല AK ശശീന്ദ്രൻ്റെയും അതോടൊപ്പം തന്നെ തോമസ് കെ തോമസിൻ്റെയും അവസ്ഥ എന്ന് പറയുന്നത്. തോമസ് കെ തോമസിനെ സംബന്ധിച്ചിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു പാർട്ടി ഉണ്ടാക്കാനോ ആ പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയൊന്നും ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ എന്ത് ചെയ്യും തോമസ് കെ തോമസ് എന്നൊരു ചോദ്യമുണ്ട്. AK ശശീന്ദ്രൻ തോമസ് കെ തോമസും നേർക്ക് നേരെ കണ്ടു കഴിഞ്ഞാൽ അടിക്കുന്നവരാണെങ്കിലും ചില രാഷ്ട്രീയ നയപരിപാടികളുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ അന്തർധാര സജീവമായതുകൊണ്ട് തന്നെ, പിന്നെ പ്രത്യേകിച്ച് നിലപാടുകളൊന്നും ഈ തോമസ് കെ തോമസിനെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളത് കൊണ്ടും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ തോമസ് കെ തോമസും AK ശശീന്ദ്രനും കൂടെ ചേർന്നൊരു പുതിയ പാർട്ടി ഉണ്ടാക്കും എന്നാണ് എല്ലാവരും കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. K കൃഷ്ണൻകുട്ടിയും ഈ AK ശശീന്ദ്രനുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ട്. രണ്ടുപേരും പണ്ട് തുടങ്ങി രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളുകളാണ്. കൂടാതെ തന്നെ മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു മാനസിക ഐക്യമുണ്ട് ഈ K കൃഷ്ണൻകുട്ടിയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നമ്മളുടെ AK ശശീന്ദ്രനുമായിട്ട്. അപ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ AK ശശീന്ദ്രനും തോമസ് കെ തോമസും ഈ K കൃഷ്ണൻകുട്ടിയും നമ്മുടെ മാത്യു ടി തോമസും കൂടെ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന ഒരു പാർട്ടി അവർ പുതുതായിട്ട് രൂപീകരിക്കുന്നത്. അപ്പോൾ ആ പാർട്ടിയുടെ ഭാഗമായിട്ട് AK ശശീന്ദ്രനും ഈ പറഞ്ഞ തോമസ് കെ തോമസും കൂടെ വരും. കാരണം LDFന്റെ ഒരു പ്രഖ്യാപിത നയമാണ് ഈ പാർട്ടികളെ ചുരുക്കിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ. ഒരുപക്ഷെ കോൺഗ്രസ് കൂടി ഈ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ലയിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതുകൂടാതെ RJDയോട് കൂടി ഈ പാർട്ടിയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ LDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഈ ISJD രൂപീകരിച്ച് പോകുന്ന സമയത്തും ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോസ് തെറ്റയിലിന്റെ
നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ RJD ലയിക്കണം എന്ന ഒരു പക്ഷമുള്ളയാളാണ്. കാരണം ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് RJD എന്നുള്ളത് കൊണ്ട്. അപ്പോൾ RJDയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ് കുറച്ചുകൂടി സേഫ്, അല്ലെങ്കിൽ കുറച്ചുകൂടി സുരക്ഷിതത്വം ഉള്ളത് എന്ന ഒരു ധാരണയിലാണ് ജോസ് തെറ്റിയിലും ഏതാനും ചില ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ISJDയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപക്ഷെ ആ പാർട്ടിക്കകത്ത് ഇപ്പോഴത്തെ നിലവിലത്തെ JDS-ന്റെ അകത്തുള്ള ഒരുപാട് ആളുകൾ ജോസ് തെറ്റലിൻ്റെ കൂട്ടത്തിൽ RJDയിൽ ചേരാനായിട്ടുള്ള സാധ്യതകളും മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ആ ഒരു പോക്കിനെ പാച്ചപ്പ് ചെയ്യാനായിട്ട് ഈ തോമസ് കെ തോമസിൻ്റെയും AK ശശീന്ദ്രൻ്റെയും വരവ് സഹായകരമാകും എന്നാണ് K കൃഷ്ണൻകുട്ടിയും അതോടൊപ്പം തന്നെ മാത്യു ടി തോമസും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കാനായിട്ട് സാധ്യതയുള്ളത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്കാണ്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിട്ട് പറയുന്ന സമയത്ത് എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു കരുത്തും ബാക്ക് ബോണുമായിരുന്നു ശരത് പവാർ എന്ന് പറയുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡൗട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ സമയത്ത് രാഹുൽ ഗാന്ധി എപ്പോഴും ആശ്രയിച്ചിരുന്ന നേതാവ് ശരത് പവാറാണ്. അപ്പോൾ ആ ശരത് പവാറിന്റെ ഒരു ഇല്ലാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്കകത്ത് വലിയ ശൂന്യത സൃഷ്ടിക്കും. പല കാര്യങ്ങളിലും രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം, ഇതൊക്കെ ദേശീയ തലത്തിൽ തന്നെ ഇപ്പം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സിദ്ധുവിന്റെ ഭാര്യ ഉന്നയിച്ചിട്ടുള്ള ആരോപണമുണ്ട്. പല വിഷയങ്ങളിലും രാഹുൽ ഗാന്ധി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കുന്നു. ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇത് ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് നേതാക്കന്മാരുടെ അഭിപ്രായമാണിത്. കാരണം ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ആ വിഷയത്തെ ചടുലതയോടുകൂടി കൈകാര്യം ചെയ്യുന്നതിൽ രാഹുൽ ഗാന്ധി ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി സുപ്രീം കോടതിയിൽ SIR-ന് നടപ്പിലാക്കുന്നതിനെതിരെ ശക്തമായ വാദമുഖങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരെ ഉയർത്തുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രസ്താവന പോലും കേന്ദ്ര പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതാവിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇദ്ദേഹം മറ്റേ വോട്ട് ചോറിക്കെതിരെയൊക്കെ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. SIR-ലെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഇദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മമതാ ബാനർജി സുപ്രീം കോടതിയിൽ ഇത്രയും വലിയ ഒരു വിവാദമായ വിഷയത്തിൽ വാദം നടത്തിയിട്ടും അതിനെ പിന്തുണച്ചുകൊണ്ട് ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധി ഇറക്കണ്ടേ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എന്തെങ്കിലും ഒരു പ്രസ്താവന ഇറക്കണ്ടേ? അന്നേരത്തേക്ക് ഇദ്ദേഹം എന്താണെന്ന് ചോദിച്ചാൽ എപ്സ്റ്റീൻ ഫയൽസിന്റെ പുറകെയും ഒക്കെയാണ് നടന്നത്. എപ്സ്റ്റീൻ ഫയൽസ് ശരിക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ തന്നെയും ഒരു വിഷയം വരുന്ന സമയത്ത് ആ വിഷയത്തിൽ സമയബന്ധിതമായ ഇടപെടലുകൾ നടത്താനായിട്ട് രാഹുൽ ഗാന്ധിക്ക് സാധിക്കാത്തത് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ പരാജയമാണ്. അപ്പോൾ ഈ ഇന്ത്യ മുന്നണിയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ അതിനകത്ത് മമതാ ബാനർജി ഇല്ല, ശരത് പവാർ ഇല്ല, ആകപ്പാടെ ഉള്ളത് RJDയുടെ തേജസ്വി യാദവും SP-യുടെ അഖിലേഷ് യാദവും മാത്രമാണ് ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രബല കക്ഷിയായിട്ടുള്ളത്. പിന്നെയുള്ളത് സ്റ്റാലിനാണ്. സ്റ്റാലിനെയൊക്കെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെയും മികച്ച ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ അവരും ഏത് വശത്തേക്ക് വേണമെങ്കിലും മാറാം. ഒരുപക്ഷെ ഇന്ത്യ മുന്നണി തന്നെ ഒരു മൂന്നാം മുന്നണിയായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് കോൺഗ്രസ് ഇല്ലാത്ത രീതിയിലേക്ക് ഒരുപക്ഷെ മറ്റു പാർട്ടികൾ ചിന്തിച്ചു തുടങ്ങിയേക്കാം. ഈ പറയുന്ന RJDയും അതോടൊപ്പം തന്നെ സമാജ്വാദി പാർട്ടിയും ഒക്കെ. കാരണം എന്താ വെച്ചാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന നേതൃത്വത്തിനെതിരെ ചോദ്യം ഉയർന്നു തുടങ്ങിയിട്ട് കുറേ നാളുകളായെന്നേ. കാരണം രാഹുൽ ഗാന്ധി എന്ന ഒരൊറ്റ പോയിന്റിലേക്ക് മാത്രം കോൺഗ്രസ് രാഷ്ട്രീയം മാറുന്നതിൽ പ്രവർത്തകർക്കും ഒരുപാട് അതൃപ്തിയുണ്ട്. രാഹുൽ ഗാന്ധിയോടും ഗാന്ധി കുടുംബത്തോടുമുള്ള സ്നേഹം കൊണ്ട് ഈ സമയത്ത് ഈ രാജ്യത്തെ പ്രതിപക്ഷ പ്രവർത്തനം നടക്കില്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു വിഷനുള്ള ഒരു ലീഡർ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ തലപ്പത്ത് വരേണ്ടതുണ്ട്. അത് വരാത്തിടത്തോളം കാലം കോൺഗ്രസിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ കേരളത്തിലും നേതാക്കന്മാർ കൊഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. ഈ ഒരു അവസരത്തിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഏകദേശം 1 ഡസനോളം വരുന്ന പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ NDAയുടെ ഭാഗമായിട്ട് മാറും. അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൈകളിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. അതിന് ഒരു സംശയവും വേണ്ട. അതേ രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന നേതാക്കന്മാരെ പിടിച്ചു നിർത്താനായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും സാധിച്ചിട്ടില്ലാത്ത പക്ഷം കേരളത്തിൽ നിന്നും തന്നെ BJPയിലേക്കുള്ള ഒഴുക്കാരംഭിക്കും എന്ന കാര്യം കൂടി കോൺഗ്രസ് നേതൃത്വം ഓർമ്മ വെക്കേണ്ടതുണ്ട്. ഇപ്പൊ NCPയുടെ ഈ ഒരു മടക്കം, അതായത് NDAയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ മതേതര വിശ്വാസികളായിട്ടുള്ള, ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് നടുക്കമുണ്ടാക്കുന്നൊരു കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാം, രാഷ്ട്രീയമായ നിലനിൽപ്പ് NCPക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും NDAയുടെ ഭാഗമായിട്ട് മാറിയിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയിൽ NCP ഒന്നിക്കുന്ന സമയത്ത് കേരളത്തിലെ NCPയിലെ ചില ആളുകൾ മാത്രം
NCPയുടെ ഭാഗമായിട്ട് നിൽക്കും. ഇപ്പോൾ റോയ് വരിക്കാട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ NCPയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ NA മുഹമ്മദ് കുട്ടി ഉൾപ്പെടെ ഇപ്പോഴത്തെ നിലവിൽ അജിത് പവാറിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള NA മുഹമ്മദ് കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ AK ശശീന്ദ്രൻ്റെയും തോമസ് K തോമസിൻ്റെയും കൂടെ ഈ പറഞ്ഞ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും. ഏതൊക്കെയാലും NCP എന്നുള്ളൊരു പാർട്ടി കേരളത്തിൽ ഇടതുമുന്നണിയുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടി ഇല്ലാതാവുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ.